പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കപ്പെടുന്ന കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ആവേശം എന്ന് പറഞ്ഞാൽ, അന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പ്രസംഗം പൂർത്തിയാകത്തുള്ളൂ. അത് പറഞ്ഞെങ്കിൽ മാത്രമേ ഹൃദയത്തിന്റെ അകത്ത് വലിയ സന്തോഷമുള്ളൂ. എന്താണ് കാരണം? യേശു കർത്താവിനെ 5 കോടതിയിൽ മാറി മാറി വിസ്തരിച്ചു. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യനെ ശിക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ഒരു കോടതി വിധിയെല്ലാം കഴിഞ്ഞ് 5 കോടതിയിൽ മാറി 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 വിസ്തരിച്ചിട്ടും യേശുവിന്റെ പേരിൽ ഒരു കുറ്റവും ഒരു ഗവൺമെന്റ് വന്നത് കണ്ടെത്തിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് യേശു മരിക്കുവാൻ കാരണം? പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിന്റെ മേൽ നമ്മുടെ സകല പാപവും യേശുവിന്റെ മേൽ പിതാവായ ദൈവം ഏൽപ്പിക്കുവാനാണ് വന്നു. അത് മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിൽക്കുക. തീർന്നില്ല. പീലാത്തോസിന്റെ ഗവത എന്ന കൽക്കുളം മുതൽ യേശുവിന്റെ വ്യത ആരംഭിച്ചു. നിങ്ങൾക്കറിയാമോ, പീലാത്തോസിന്റെ ഗവത എന്ന കൽക്കുളത്തിന് പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവനെ റാ പോലെ വളർച്ചു നിർത്തും. എന്നിട്ട് 39 അടി അവന്റെ പുറത്ത് താങ്ങി വധിക്കും എന്ന് പറഞ്ഞാൽ അവരടിക്കുന്ന ചാട്ടമാരുടെ പ്രത്യേകതയുണ്ട്. ചൂണ്ടക്കൊളുത്തുകളും ഈയക്കട്ടകളും അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ചാട്ടമാറുമായി 2 പട്ടാളക്കാർ കടന്നു വരും. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: അവരെ റാ പോലെ വളച്ചു നിർത്തിയിട്ട് അവരെ പുറത്ത് ചാട്ടമാറുകൾ ആഞ്ഞുവധിക്കുമ്പോൾ, ഒരു മനുഷ്യൻ അടിക്കുമ്പോൾ ആ മനുഷ്യൻ അലറുന്ന ഒച്ച 1.5 കിലോമീറ്ററോളം കേൾക്കാമെന്ന് ചരിത്രം വിളിച്ചു പറയുകയാ. എന്നാൽ പീലാത്തോസിന്റെ ഗവ എന്ന കേൾക്കത്തിൽ കണ്ടോ, യേശുവിനെ റാ പോലെ വളച്ചു നിർത്തി ചാട്ടമാറുകൾ ആഞ്ഞാഞ്ഞ് യേശുവിനെ പുറത്ത് വധിക്കുമ്പോൾ പ്രവാചകന്റെ വാക്ക് നിറവേറേണ്ട വേണ്ടി യശാപ്രവാചകൻ പറഞ്ഞു, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ എന്റെ യേശു അത് മുഴുവനും അവിടെ നിന്ന് സഹിക്കുവാനുള്ളവന്നു. എന്തുകൊണ്ടാണ് യേശു ഇത് സഹിക്കാൻ കാരണം? എന്റെയും നിന്റെയും സകല പാപവും യേശു ഏറ്റെടുത്തുകൊണ്ട് പീലാത്തോസിന്റെ ഗവ എന്ന കൽത്തളത്തിൽ കിടക്കുന്ന ഒരുവനെ കണ്ടോ? ഇന്ന് പകൽ ദേശത്തോട് വിളിച്ചു പറയുക, അവനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു.